ഹലോ ഗീസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജാപ്പനീസ് സീരീസായ സുക്കിമിച്ചി മോഡേൺ ഫാന്റസി സീസൺ 2 എപ്പിസോഡ് 16 ആണ്. വീഡിയോ കാണുന്നവരെ മാക്സിമം ലൈക്ക് അടിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടണോ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പറഞ്ഞ സമയങ്ങളിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ പോകാം. എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്ന ഹിരങ്കാന്റെ കുട്ടിക്കാരമാണ്. കൊളോണലിന്റെ 5 നോബിൾസ് ഫാമിലിയിൽ എന്റെ ഫാമിലി ഉണ്ട്. എന്റെ കൺട്രീനെയും എന്റെ സിറ്റിസൻസിനെ ഞാൻ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും എന്ന് കൊച്ചു കുട്ടിയായിരുന്ന ലോറി എടുക്കുക ഹിലങ്കാട് പറയുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള എന്റെ കുട്ടിക്കാലത്ത് ഓർമ്മ അതാണ് എന്ന് ഹിലങ്കാട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ അവിടെ മാജിക്കൽ നെക്ലസ് എടുക്കുന്നു. എന്നിട്ട് അതെടുത്തിരുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോനെയാണ്. അയാൾ എന്നെ ശരിക്കുള്ള മെർച്ചന്റിനെ പോലൊന്നും അല്ല ട്രീറ്റ് ചെയ്തത്. എനിക്ക് അയാൾ സംസാരിച്ച രീതി പോലും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അയാൾ പറഞ്ഞ കാര്യമൊക്കെ സത്യം തന്നെ. ഞാൻ എല്ലാ കാര്യത്തിലും ന്യായം നോക്കി എന്നാൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഹീറോ ആലോചിക്കുന്നു. എന്നിട്ട് ഹീറോ ആ റോണിനെ ടെലിപ്പതി യൂസ് ചെയ്ത് കോൺടാക്ട് ചെയ്യുന്നു. ഞാനിങ്ങനെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തതിന് ക്ഷമിക്കണം. ഈ സിറ്റിയിലുള്ള നിന്റെ എല്ലാ ഡീമൺസിനെയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറ്റണം. എന്റെ സ്റ്റുഡൻസിന്റെ എല്ലാ സേഫ്റ്റി എനിക്ക് കുറച്ച് പ്രധാനമാണ് എന്ന് ഹീറോ പറയുന്നു. ശരി, ഞാൻ എന്റെ എല്ലാ ഡീമൺസിനെ തിരിച്ചു പിടിപ്പിച്ചോളാം. ഞാൻ കുറച്ച് നാൾ അവരോട് പ്രാക്ടീസ് ഒക്കെ ചെയ്തല്ലേ. അവരും എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് എന്നാ റോണ പറയുന്നു. ഒത്തിരി നന്ദിയുണ്ട് റോണ എന്ന് ഹീറോ പറയുന്നു. ഹീറോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് റോണ അവിടെ നിന്ന് തിരിച്ചോണ്ട് പോകുന്നു. എന്റെ പ്ലാൻ എന്തായാലും നടന്നിരിക്കും എന്ന് അവൾ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോയുടെ കടയാണ്. ഈവേനെ ഹീറോ എന്ത് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ ഈവേ അങ്ങോട്ട് വരുന്നു. കോസിനോവ് എനിക്ക് വലിയൊരു ഹെൽപ്പാണ് ചെയ്തു തന്നത്. അതിന് പകരമായിട്ട് ഞാൻ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. കോസിനോവയ്ക്ക് വേണ്ടി ഞാൻ എന്റെ എല്ലാം തന്നെ കൊടുക്കാൻ റെഡിയാണ് എന്ന് ഈവ ആലോചിക്കുന്നു. നിങ്ങളുടെ സ്റ്റുഡൻസൊക്കെ മാച്ച് നല്ല രീതിക്ക് ജയിച്ചോണ്ടിരിക്കുവാണല്ലോ, കൺഗ്രാറ്റുലേഷൻ എന്ന് ഈവ പറയുന്നു. നിന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കാൻ പോവാ എന്ന് പറഞ്ഞ ഹീറോ എന്തൊരു കാര്യം പറയുന്നു. എന്നാൽ എന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് പറയുവാണോ എന്ന് പറഞ്ഞ ഷോക്ക് ആവുന്നു. ഞാനത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞ എന്ന് ഹീറോ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോയുടെ സ്റ്റുഡൻസിന്റെ മാച്ച് എടുക്കുന്ന സ്ഥലമാണ്. അല്ല, നേരത്തെ മാച്ചൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഹീറോ ചോദിക്കുന്നു. എല്ലാം തന്നെ നല്ല രീതിക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്റ്റുഡൻസാണ് ജയിക്കുന്ന രീതി നിൽക്കുന്നത് എന്ന് ടോമോ അറിയുന്നു. നേരത്തെ ഞാൻ സീസറിന്റെ ഫൈറ്റ് ഉണ്ടായിരുന്നു. എന്റെ കൂടെ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്. അവൻ ഞാൻ സ്ട്രോങ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത് എന്ന് ടോമോ അറിയുന്നു. അവന്റെ കാര്യം തീരുമാനമാണെന്ന് തോന്നുന്നത് എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീസറിനെയാണ്. ആ ടോമോയുടെ ലെവൽ 1675 ആണ്. അവർ വഴി ഫൈറ്റ് ചെയ്ത് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ജയിക്കുമെന്ന് ഉറപ്പില്ല, ഞാനെങ്കിലും ചാവാതെങ്കിലും നോക്കണം എന്ന് സീസർ വിചാരിക്കുന്നു. അടുത്ത ഗ്രൂപ്പ് മാച്ചിൽ നിങ്ങളുടെ ടീമിൽ 3 പേർക്ക് മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തതായിട്ട് ആരൊക്കെ പോകണമെന്ന് അവർ ചെറിയൊരു ഗെയിം കളിച്ച് തീരുമാനിക്കുന്നു. പിന്നെ കാണിക്കുന്ന ആ ഹിലങ്കാടിനെയാണ്. കോസിനോ, ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല, ഞാൻ നിന്നോട് പ്രതികാരം വീട്ടിയിരിക്കും എന്ന് പറഞ്ഞ് ഹിലങ്കാട് നിൽക്കുവാണ്. അവന്റെ മാനം ബൂസ്റ്റ് ചെയ്യുന്ന രീതി എന്തോ ഒരു മെഡിസിൻ അവൻ കഴിച്ചിട്ടുണ്ട്. അതുപോലെ അവന്റെ കഴുത്തുള്ള നെക്ലസ് ബാക്കിയുള്ള മാനൊക്കെ അബ്സോർവും ചെയ്യുന്നുണ്ട്. എന്തോ ഒരു കാര്യം ശരിയല്ല എന്ന് ഷീക്ക് ആലോചിക്കുന്നു. എനിക്കൊന്നും തെറ്റായിട്ടാ തോന്നുന്നത് എന്ന് ടോമയും മീയും പറയുന്നു. എന്തെങ്കിലും പെട്ടെന്ന് പറ്റുവാണെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ അവരുടെ വെപ്പൺസ് ഒക്കെ റെഡിയാക്കി വെച്ചേക്കണം എന്ന് ഹീറോ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോയുടെ സ്റ്റുഡൻസിനെയാണ്. അടുത്തായിട്ട് അവരാണ് ഹിലങ്കാടോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഹിലങ്കാടിനെതിരെ നമ്മുടെ മാക്സിമം ബെസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യണം എന്ന് ജിന്നു പറയുന്നു. ശരി, ആ ഗെയിം ഞാൻ തോറ്റുപോയല്ലോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഫൈറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുന്നു. ഷീഫു ആ ഗെയിമിൽ തോറ്റേന്റെ പേര് വിഷമിച്ചിരിക്കുകയാണ്. കോസിനോ, ഞാൻ നിന്നെ വെറുതെ വിടുത്തില്ലടാ, നിന്നെ എങ്ങനെയാണെങ്കിലും ഞാൻ തോപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഹിലങ്കാട് ഹീറോയുള്ള ദേഷ്യം ഹീറോയുടെ സ്റ്റുഡൻസിനോട് തീർക്കുമെന്ന് പറയുന്നു. ഹിലങ്കായിട്ടിരിക്കുന്ന നെക്ലസിന്റെ പവർ കാരണം അവന്റെ ബോധം പയ്യെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഹിലങ്കാട് മുമ്പ് ഹിബിക്കായിട്ട് ഒരു ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ഡീമൺസോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് നിങ്ങളോട് വരണമെന്നുണ്ട്. എന്നാൽ എന്റെ അക്കാഡമി ഇട്ടിട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് അവൻ പറയുന്നു. നിന്റേത് നോബിൾ ഫാമിലിയാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് കണക്ഷൻസും പ്രധാനപ്പെട്ട തന്നെയാണ്. ആദ്യം നീ നിന്റെ അക്കാദമി തീർക്ക്, അതിനായിട്ട് നീ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യ് എന്ന് അവനോട് ഹിബിക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് അവൻ ആലോചിക്കുന്നു. എന്റെ ലൈഫിൽ രണ്ടാമതായിട്ട് മറക്കാൻ പറ്റുന്ന ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അത് ഹിബിക്കാണ്. ഒന്നാമതായിട്ട് എന്നെ കൊണ്ട് മറക്കാൻ പറ്റുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ അത് അവളാണ് എന്ന് ഹിലങ്കാട് ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹിലങ്കാട് ഹീറോയുടെ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ഹേ, നീ ഗ്ലോറിയ അല്ലേ? നിനക്കെന്നെ ഓർമ്മയില്ല, ഞാനാ ഹിലങ്കാട്. നമ്മൾ കൊച്ചിയിൽ ഒരുമിച്ചായിരുന്നല്ലോ, അപ്പോഴും നീ ഇതേ റിബൻ തന്നെ കെട്ടിക്കൊണ്ടിരുന്നത് എന്നവൻ പറഞ്ഞോണ്ടേക്കാൻ നേരത്തെ അവന്റെ കൂട്ടുകാർ വരുന്നു. നിങ്ങൾക്കറിയോ, ഇവിടെ കൊളോണിയിലെ 5 നോബിൾ ഫാമിലിയുള്ള വ്യക്തിയാണ് ഗ്ലോറിയ എന്ന് ഹിലങ്കാട് അവളെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കൊളോണിയെ മൊത്തത്തിൽ ഡീമൺസ് അറ്റാക്ക് ചെയ്ത് ഇപ്പൊ അവരുടെ കൺട്രോൾ അല്ലേ അത് എന്ന് അവിടെ നിന്ന് ചെറുക്കൻ ചോദിക്കുന്നു. എടാ മണ്ട, നീ അവിടെ മിണ്ടായി എന്ന് ഹിലങ്കാട് പറയുന്നു. നീ പറഞ്ഞ സത്യം തന്നെയാണ്, ഞാൻ ഗ്ലോറിയ തന്നെയാണ്. നമ്മൾ ചെറിയ വയസ്സിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നീയോട്ട് കളിച്ച കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് അവൾ പറയുന്നു. എന്ത്, ഇവൾക്കൊന്നും ഓർമ്മയില്ലെന്നോ? അപ്പൊ ഇവള് കൊച്ചിയിൽ എനിക്ക് എന്ന പ്രോമിസുകൾ മറന്നു പോയിക്കാണോ എന്ന് പറയും ഹിലങ്കാടിന്റെ ദേഷ്യം വരുന്നു. ആ കൊളോണിയെ കൺട്രി തന്നെ ഡിസ്ട്രോ ആയി പോയി. നീയാണെങ്കിൽ ഒരു പേടിത്തോടെ ഇപ്പോൾ ഓടി വന്നേക്കുന്നത്. നിങ്ങൾ ഡീമൺസോടെ ഫൈറ്റ് ചെയ്യണ്ടല്ലായിരുന്നോ? അതിലൊരു നോബിൾസിന്റെ കടമ എന്ന് അവർ ചോദിക്കുന്നു. നീ ഇങ്ങനെ ജീവനും കൊണ്ട് പേടിച്ചോട് വന്നത് തെറ്റാണ്. നീ ഉറപ്പായിട്ട് ആ ഡീമൺസോട് ഫൈറ്റ് ചെയ്യേണ്ടായിരുന്നു. അതാണ് ഒരു നോബിളിന്റെ കടമ എന്ന് ഹിലങ്കാട് പറയുന്നു. മരിക്കാൻ പോണ അവസ്ഥനെ നിങ്ങൾക്ക് അറിയാവോ? അതിനെപ്പറ്റി അറിയാൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. എന്നാൽ നമ്മൾ ശരിക്കും അനുഭവിക്കാൻ നേരത്തെ അതിന്റെ ശരിക്കുള്ള ഭയം നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്ന് ഗ്ലോറിയ പറയുന്നു. എന്നെ സംബന്ധിച്ച് നിങ്ങളാണ് ശരിക്കും പേടിത്തോണ്ടന്മാര് എന്ന് അവൾ പറയുന്നു. ശരി, ഞാൻ പോകുന്നു, എനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് അവളൊന്ന് പോകാൻ പോകുന്നു. നീ എന്ത് മണ്ണത്തരങ്ങളെ വിളിച്ചു പറയുന്നത് എന്ന് പറയും ഹിലങ്കാട് അവളെ തള്ളിയിടുന്നു. പെട്ടെന്ന് ആ സമയത്താണ് ഹീറോഷിക്കും കൂടെ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്ത് ഓടിക്കുന്നു. അന്നാ കൊസിനോ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഗ്ലോറിയായിട്ട് ഫ്രണ്ടായിട്ടിരുന്നേനെ. അവൻ കാരണമല്ലേ ഇങ്ങനെ ആയത് എന്ന് പറയും ഹിലങ്കാട് എല്ലായിടത്തും ഗ്ലോറിയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെ തോപ്പിക്കുന്ന രീതിയിൽ നിനക്ക് സ്ട്രെങ്ത് വേണോ? നീ പഠിക്കുന്ന അക്കാഡമി തന്നെയാണ് ഞാനും പഠിക്കുന്നത് എന്ന് പറഞ്ഞൊരു പെണ്ണാണ് അവന്റെ ആ മരുന്ന് കൊടുക്കുന്നത്. അത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് കോസിനോയെക്കാട്ട് സ്ട്രോങ് ആയിട്ട് മാറാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ആ മരുന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ മരുന്നിന് കുറേ അധികം സൈഡ് എഫക്ട് ഉണ്ടായിരുന്നു. പതിയെ ഹിലങ്കാടിന്റെ സ്വഭാവം പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്കിതുപോരാ, ഇനി സ്ട്രോങ് ആയിട്ടുള്ള ഡോസ് വേണം എന്ന് ഹിലങ്കാട് ആ പെണ്ണിന്റെ ചോദിക്കുന്നു. സത്യം പറഞ്ഞ ആ മരുന്ന് കൊടുത്തന്നെ ഡീമർ റോണയാണ്. ക്യാരന്റെ രൂപത്തിൽ വന്ന ഡീമർ
ഡീമർ റോണയാണ് ആ മരുന്ന് മൊത്തം അവന് കൊടുത്തത്. അതുപോലെ തന്നെ നീ സ്ട്രോങ് ആയിട്ട് മാറുമെന്നും പറഞ്ഞ് അവൾ തന്നെയാണ് ആ നെക്ലസ് അവന്റെ കൊടുത്തേക്കുന്നത്. എന്നാൽ ശരിക്കും ആ നെക്ലസ് അവനെ സ്ട്രോങ് ആക്കി മാറ്റത്തില്ല. പിന്നെ കാണിക്കുന്ന ഇപ്പം നടക്കുന്ന ഫൈറ്റ് ആണ്. ഹിലങ്കാരുടെ ജീൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിലങ്കാന്റെ കൂടെയുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര വീക്കാണ്. നേരത്തെ കാട്ടി ഇപ്പൊ ഹിലങ്കാന്റെ അറ്റാക്ക് ശരിക്കും സ്ട്രോങ് ആയിട്ടുണ്ടല്ലോ എന്ന് ജിന്ന് നോക്കുന്നു. ഗെയ്സ്, നിങ്ങൾ അവരോട് ഫൈറ്റ് ചെയ്തിരുന്നവർ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ തനിയെ ഇവന്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ജിന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഈസുമയും യോനെയും ബാക്കിയുള്ളവരെ പോയി അറ്റാക്ക് ചെയ്യുന്നു. ഹിലങ്കാന്റെ ടീമിലുള്ള ബാക്കിയുള്ളവരെ അവർ രണ്ടും കൂടെ ചേർന്ന് അടിച്ചിരുന്നു. കൊള്ളാലോടെ നീ ഒറ്റയ്ക്ക് 4 പേര് അടിച്ചിട്ടാ എന്ന് ഈസുമ നോക്കുന്നു. വാ, ജിന്ന് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് അവർ നോക്കിയാൽ ജിന്ന് ഓൾറെഡി ഫൈറ്റ് തുടങ്ങി. ഇതെന്താ ഇവ നമ്മളെ കൂടെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നേ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നോക്കുന്നു. ജിന്നിന്റെ അറ്റാക്ക് ഹിലങ്കാൻ നല്ല രീതിക്ക് അഫക്ട് ആവുന്നുണ്ട്. എന്നാൽ ഹിലങ്കാന്റെ ലോഡ്സിന് ഒന്നും തന്നെ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ നോക്കുന്നു. പെട്ടെന്ന് നോക്കിയാൽ ഹിലങ്കാന്റെ കൺട്രോൾ പോകുന്നു. എന്നിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വീശിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു കാര്യം ശരിയല്ലെന്ന് നമ്മളോട് എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്നു. റഫറി മാച്ച് എടുത്ത് അവനെന്തോ പറ്റിയിട്ടുണ്ട് എന്ന് ജിന്നു പറയുന്നു. അവന്റെ ഡോൾസ് ഒന്നും പൊട്ടിയിട്ടില്ല, അതുപോലെ അവൻ ഫൈറ്റ് ചെയ്യുന്ന കണ്ടീഷൻ തന്നെയാണുള്ളത് എന്നാ റഫറി പറയുന്നു. ഹോസിനോ അതിനെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞ ജിന്നു വന്ന് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ജിന്ന് അവനെ തിരിച്ച് മുഖത്ത് തന്നെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ജിന്നിന്റെ സോഡ് അവൻ പല്ലു വെച്ചിനെ കടിച്ചു വെക്കുന്നു. പെട്ടെന്ന് തന്നെ ഈസുമയും യൂണയും കൂടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഈസുമ പെട്ടെന്ന് അവന്റെ വിൻ മാജിക് യൂസ് ചെയ്യുന്നു. യൂണോ പെട്ടെന്ന് അവൾ സ്പിയർ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. റെംബ്രാഞ്ച് ശരിക്കും പവർഫുൾ തന്നെ എന്ന് ഹീറോ ആലോചിക്കുന്നു. യൂനോ പെട്ടെന്ന് താഴത്ത് വരാൻ പോകാൻ നേരത്ത് അവരെണ്ണൂടെ അവളെ പിടിക്കാൻ വന്നിട്ട് എന്നോട് ഇടിച്ചു വീഴുന്നു. എനിക്ക് 40 സ്പെല്ലൊക്കെ അറിയാം, നിങ്ങൾ മറന്നുപോയാ എന്ന് അവൾ ചോദിക്കുന്നു. ഒരു വിധത്തിൽ ഹിലങ്കാനെ അവർ എങ്ങനെയൊക്കെ തോപ്പിക്കുന്നു. ഹിലങ്കാന്റെ 3 ഡോൾസും ബ്രേക്ക് ആവുന്നു. ജയിച്ചത് ഹീറോയുടെ സ്റ്റുഡൻസ് എന്നും പറഞ്ഞ് റെഫറി അനൗൺസ് ചെയ്യുന്നു. ഓ, നല്ല കാര്യം, എന്റെ സ്റ്റുഡൻസ് എല്ലാം ജയിച്ചല്ലോ. ഞാൻ ആ മാജിക്കൽ മെഡിസിൻ കാരണം വല്ല പ്രശ്നം ഉണ്ടാകുന്ന വിചാരിച്ചിരിക്കുവായിരുന്നു. നല്ല കാര്യം, ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ഹീറോ നോക്കുന്നു. ശരിയെന്നാ ഞാൻ അവിടെ നിന്ന് പോട്ടെ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകാൻ പോകുന്നു. പെട്ടെന്ന് ഗ്രൗണ്ട് എന്തോ സംഭവിക്കുന്നു. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലെന്നാ തോന്നുന്നത് എന്ന് ഹീറോ നോക്കുന്നു. നോക്കുവാണെങ്കിൽ ഹിലങ്കാന്റെ നെക്ലസ് അവന്റെ കൂടെയുള്ള ബാക്കിയുള്ളവരുടെ മാന വിളിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. മാസ്റ്റർ, അവൻ മൊത്തത്തിൽ മ്യൂട്ടായിട്ടായി, അവനെ ഇനി നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് ഷീക്ക് പറയുന്നു. ഇതൊരു ഡീമൺ പവർ അല്ലേ, അപ്പൊ ഇതിന് കാരണം റോണയാണോ എന്ന് ഹീറോ ആലോചിക്കുന്നു. എന്നാൽ റോണ പറഞ്ഞ ഇവിടെയുള്ള എല്ലാ ഡീമൺസിനും തിരിച്ചു വിളിച്ചോളാന്നല്ലേ എന്ന് ഹീറോ ആലോചിക്കുന്നു. ടെക്നിക്കലി അവൾ പറഞ്ഞ കാര്യം സത്യം തന്നെ, എന്താണെന്ന് ഇവിടെ വേറെ ഡീമൺസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞ പ്രോമിസ് ബ്രേക്ക് ആയിട്ടില്ല എന്ന് ഷീക്ക് പറയുന്നു. അങ്ങനെയാണെങ്കിൽ റോണ എന്നെ ചതിക്കുമായിരുന്നു. ഈ ഡീമൺസ് ഞാൻ ഒരിക്കലും വിശ്വസിക്കാനേ പാടില്ലായിരുന്നു. ഡീമൺസുമായിട്ട് ഒരുമിച്ച് പോകണം വിചാരിച്ചത് തെറ്റാണ് എന്ന് ഹീറോ ആലോചിക്കുന്നു. എല്ലാവരും എന്തിനാ എന്റെ മാസ്റ്ററോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മിയ ടെൻഷൻ ആവുന്നു. പിന്നെ കാണിക്കുന്ന നേരത്തെ ഇവയുടെയൊക്കെ ഹീറോ എന്താണ് പറഞ്ഞതെന്നാണ്. ഞാൻ കൊളോണിനെ ഡീമൺസിനെ തിരിച്ചു പിടിക്കാൻ പോവാ എന്നാണ് ഹീറോ പറഞ്ഞത്. ഡീമൺസ് ഒക്കെ ഹീറോയോട് സഹകരിക്കും, അവരുമായിട്ട് സംസാരിച്ച് തീർക്കാന്നാണ് ഹീറോ വിചാരിച്ചത്. എന്നാൽ റോണയാണെങ്കിൽ ഹീറോനെ ചതിച്ചു. ഇവക്ക് കൊടുത്ത പ്രോമിസ് എന്നെ കൂടെ നടത്താൻ പറ്റുമോ എന്ന് ഹീറോ ആലോചിക്കുന്നു. എല്ലാ കൺട്രിയിലെയും പ്രധാനപ്പെട്ട ആളുകളെ അവിടെ വെച്ച് ട്രാപ്പാക്കാനായിരുന്നു റോണയുടെ പ്ലാൻ. പിന്നെ കഴിയുന്ന ഹിലങ്കാടിനെയാണ്. ഗ്ലോറിയ, എനിക്ക് നിന്നോട്ടിരിക്കണമെന്നായിരുന്നു ആഗ്രഹം, അതൊരു തെറ്റാണോ എന്ന് പറഞ്ഞ് ഹിലങ്കാട് കരയുന്നു. എന്നാൽ ഹിലങ്കാടുണ്ടായിരുന്ന അവസാനത്തെ ഓർമ്മയും നശിച്ചു പോകുന്നു. ഹിലങ്കാട് ഇപ്പോൾ അവന്റെ ഹ്യൂമാനിറ്റി നഷ്ടപ്പെട്ട ഒരു മോൺസ്റ്ററായി മാറി. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഡീമൺ റോണ ഹീറോയോട് സഹകരിക്കുമെന്നും പറഞ്ഞാണ് ഇവയുടെയൊക്കെ കൊളോണിനെ തിരിച്ചു പിടിക്കാൻ പോകുമെന്ന് പറഞ്ഞത്. എന്നാൽ റോണയാണെങ്കിൽ ഹീറോനെ ചതിച്ചു. ഇനി ഹീറോ എന്ത് ചെയ്യും? അതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.